കർണാടക നിയമസഭാ മന്ദിരത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്ത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുടക്കിയതായി പരാതി. കോൺഗ്രസ് രാജ്യസഭാ മത്സരാർത്ഥി നാസിർ ഹുസൈന്റെ അനുയായികൾ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നുഴഞ്ഞു കയറിയതായും പരാതിയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, ഈ കോൺഗ്രസ് മത്സരാർത്ഥിയുടെ അനുയായികളാണ് ഇത്തരത്തിലുള്ളൊരു മുദ്രാവാക്യം വിളിച്ചത്. ഇതിനെതിരെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ കൂടി. കെ.പി. കഴിഞ്ഞ ദിവസം രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിമിഷത്തിലാണ് ഇത്തരത്തിൽ കർണാടക നിയമസഭാ പരിസരത്ത് അല്ലെങ്കിൽ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ, കർണാടകയിൽ നിന്നുള്ള ശോഭാ കരന്ദലജെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇക്കാര്യം വിശദമായി വിവരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ശോഭാ കരന്ദലജെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലെ വസ്തുതകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിൽ കോൺഗ്രസിന്റെ രാജ്യസഭാ മത്സരാർത്ഥിയായിട്ടുള്ള നാസിർ ഹുസൈന്റെ അനുയായികളാണ് ഇത്തരത്തിൽ ഈ നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്, പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശോഭാ കരന്ദലജയുടെ പരാതി പരിശോധിക്കുമ്പോൾ ഈ നാസിർ ഹുസൈന്റെ സാന്നിധ്യത്തിലായിരുന്നു കോൺഗ്രസിന്റെ അനുയായികൾ അല്ലെങ്കിൽ നാസിർ ഹുസൈന്റെ അനുയായികളായി എത്തിയിട്ടുള്ള വലിയൊരു കൂട്ടം ആളുകൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളും മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രകടനവും നടത്തിയത്. എന്നാൽ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഈ ഒരു നിയമസഭാ മന്ദിരത്തിനകത്തെ സുരക്ഷാ ജീവനക്കാരോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ശോഭാ കരന്ദലജെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളും യാതൊരു തരത്തിലുമുള്ള പരിശോധനകൾ കൂടാതെ നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് പരിശോധിക്കേണ്ടത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നും ഇക്കാര്യത്തിൽ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA ഉൾപ്പെടെയുള്ള അന്വേഷണം വേണം എന്നുള്ള പ്രതികരണം ഇതിനോടകം തന്നെ ജിഷ്ണു, ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടപ്പാക്കുന്നു, വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങൾക്കടക്കം നികുതി ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തമായിരുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസ് അനുയായി തന്നെ നാസിർ ഹുസൈന്റെ അനുയായികൾ ഇത്തരത്തിലുള്ളൊരു പാകിസ്ഥാൻ ജീവിളി മുഴക്കുമ്പോൾ, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുമ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് അതിനെ. പക്ഷേ ആ രാഷ്ട്രീയത്തെ പോലും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അവിടുത്തെ കോൺഗ്രസ് ഭരണകൂടം പിന്തുടരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? സുരേഷ്, ഇതിൽ രണ്ട് വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഒന്ന്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിലവിലെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത്തരത്തിൽ ഏത് തരത്തിലുമുള്ള അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വർഗീയത പരത്തുന്ന പ്രതികരണങ്ങൾ നടത്തുകയാണെങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക് അത് ചോരാതെ നിൽക്കണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ഈ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഈ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുകയും ആ പാർട്ടിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ആ പാർട്ടി എത്തരത്തിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതിനും വിഘടനവാദത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനും സാധിക്കുന്ന തരത്തിൽ PFI ഉൾപ്പെടെയുള്ള നിരോധിത ഭീകര സംഘടനയിലെ പ്രവർത്തകർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് ചേക്കേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കർണാടക നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, നാസിർ ഹുസൈന്റെ അനുയായികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ NIA അന്വേഷണം നടത്തണമെന്നും ഈ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവരെങ്ങനെ ഉള്ളിലെത്തി എന്നുള്ളതും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും ചേക്കേറിയിട്ടുള്ള മുൻ വിഘടനവാദ സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യവും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.